സ്കൂളൊക്കെ തുറക്കാൻ പോകില്ലേ? അപ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി സ്റ്റാറാകാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയാലോ? ഇതൊരു കുട്ടി ഫയലാണ് കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു കുട്ടി ഫയൽ. അതിന് വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുത്താൽ മതി കേട്ടോ. ഈ പേപ്പർ എടുത്ത് ഈ കാണുന്ന രീതിയിൽ സിക്സ് ആക്ക് ആക്കിയിട്ട് ഇതുപോലെ നമുക്ക് എത്ര കമ്പാർട്ട്മെൻറ്റ്സ് ആണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ സിക്സ് ആക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. എനിക്കൊരു കുട്ടി ഫയലാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് വലിയ A4 പേപ്പറും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ A4 സൈസിൽ തന്നെ ഈ ഒരു ഫയൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. നല്ല അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. നമുക്ക് സ്കൂളിലേക്ക് ബാഗിൽ സുഖമായിട്ട് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫയലാണ് കേട്ടോ അത്. സിമ്പിളായിട്ട് ഇതുപോലെ പേപ്പേഴ്സ് അതിൻ്റെ ഇടയിൽ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് ഏരിയ ഏത് കളറാണോ വേണ്ടത് ആ കളറിനനുസരിച്ച് ഡിസൈൻ പേപ്പേഴ്സോ ഇഷ്ടമുള്ള പേപ്പേഴ്സ് വെക്കുക കേട്ടോ. ഞാൻ ഒരു പ്ലെയിൻ പേപ്പറിൽ കുറച്ച് വൈറ്റ് പെന്ന് വെച്ച് ഡിസൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മറ്റേ നമ്മുടെ ഗിഫ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ റാപ്പിംഗ് പേപ്പറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ കവർ ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള ഒരു A4 പേപ്പറിൽ തന്നെ വൈറ്റ് പെന്ന് വെച്ചിട്ട് കുറച്ച് ഡിസൈൻസ് വരച്ച് കൊടുത്തിട്ടോ. പിന്നെ ഒരു കമ്പാർട്ട്മെൻറ്റോട് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സെയിം കളറുള്ള പേപ്പർ ജസ്റ്റ് ഒന്നും കൂടി ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. നേരിട്ട് ഒട്ടിക്കാതെ ഒരു ഫോൾഡിങ് കൊടുത്തിട്ട് ഒട്ടിക്കുക. ഈ അടിവശം അതുപോലെ തന്നെ ഒട്ടിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ പണി കേട്ടോ. ഈ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികളൊക്കെ സിമ്പിളാണ്. ഇത് നമുക്ക് അടച്ച് വെക്കണ്ടേ, ഫയലാകുമ്പോൾ അത് അടച്ച് ഭദ്രമായിട്ട് വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിൽ ഒരു സെക്ഷന് ഇതുപോലെ വൈറ്റ് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഡിസൈൻ ആയതുകൊണ്ടാണ് വൈറ്റ് കൊടുത്തത് കേട്ടോ. നമുക്ക് ഈ സെയിം പേപ്പർ വെച്ചിട്ട് തന്നെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുകളിൽ ഇങ്ങനെ ഒരു വീട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കൊരു പിടിയൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ക്യൂട്ട്നെസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മീഷോന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കവായി സ്റ്റിക്കേഴ്സ് അടിപൊളിയാണ് കേട്ടോ. 500+ സ്റ്റിക്കേഴ്സ് ഉണ്ട്. കുറഞ്ഞ റേറ്റിൽ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. 100 റുപ്പീസൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മുന്നേ ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ച ശേഷമാണ് ഡബിൾ ടാപ്പ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതൊന്നുകൂടി സെക്യൂർ ആയിട്ട് നിന്നോളൂ. അപ്പോൾ അതേ പിടിയൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് പോർഷനിൽ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേൽഭാഗം അടച്ച് വെക്കാൻ അടിപൊളിയായിട്ട് നമ്മൾ വൈറ്റ് പേപ്പർ കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കിയൊക്കെ ഇതുപോലത്തെ പെന്നോ പെൻസിലോ കളേഴ്സോ കാര്യങ്ങളൊക്കെ ഈ ഒരു കുട്ടി ഫയലിൽ നമുക്ക് സുഖമായിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരു വെറൈറ്റിയാണ്. ക്ലാസ്സിലൊന്ന് ഷൈൻ ചെയ്ത് സ്റ്റാർ ആവാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പേപ്പേഴ്സൊക്കെ വേണമെങ്കിൽ വലിയ ഒരു A4 സൈസിൽ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.